ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ പിഗ്മെന്റേഷന്റെ ഡേ 6ന്റെ വീഡിയോ ആണിത്. പക്ഷേ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മുടെ പാക്ക് കയ്യിലില്ലാത്തവർക്കും പാക്ക് ഉള്ളവർക്കും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇടാൻ പറ്റുന്ന ഒരു പാക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിത് ഡെയിലി ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ നിങ്ങൾ മറ്റുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൂടാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇടാൻ പറ്റിയ ഒരു പാക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പ്ലെയിൻ ഫേസ് ആണ്. നമ്മൾ ഈ പ്ലെയിൻ ഫേസ് ഒക്കെ കാണിക്കുമ്പോഴേ ചിലപ്പോൾ ക്യാമറയിലൂടെ കാണുമ്പോൾ കുറച്ച് ഡള്ളായിട്ടൊക്കെ തോന്നും. അതിന് കുറെ പേര് എന്ന് പറയുന്നത് മുമ്പത്തെ കട്ടിയും പ്രായം തോന്നുന്നു, വയസ്സായി എന്നൊക്കെ. നമുക്ക് ഓരോ വയസ്സ് കഴിയുമ്പോഴും വയസ്സ് തന്നെ ആവുക. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുക, നല്ല യങ്ങായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ ഫേസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഞാൻ വീഡിയോയിലോട്ട് കടക്കുവാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ബെൽ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തതിന് ശേഷം കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ 6 ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പാക്ക്. ഈ ഒരു പാക്ക് ആക്ച്വലി ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ഡോക്ടർ ഷർമിള, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ്, നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഡോക്ടർ ഷർമിള. അപ്പോൾ അവരുടെ ഒരു പാക്ക് ഞാനിങ്ങനെ പിഗ്മെന്റേഷൻ റിസർച്ച് ചെയ്യുന്നതിനിടയ്ക്കാണ് അവരുടെ ഈ ഒരു പാക്ക് കണ്ടത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പലർക്കും അറിയാൻ വയ്യാത്ത കണ്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കാം, കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നത്, ഈ ഒരു പാക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. കിഡിലൻ റിസൾട്ടാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഡോക്ടറിന്റെ എല്ലാ പാക്കുകളും ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ചും ഈ പാക്ക് നല്ല ഒരു റിസൾട്ട് കൊടുക്കുന്ന പാക്കാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരു ദിവസവും 2 ദിവസവും ചെയ്തിട്ട് 3 ദിവസം തൂക്കി ദൂരെ കളഞ്ഞിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല. കൃത്യമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. ഫേസ് നല്ല ഒന്ന് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഞാനിവിടെ നിങ്ങൾക്കൊരു പുതിയൊരു സോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, ലാ ഓർഗാനോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോപ്സ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഒരു ഗ്ലൂട്ടാതയോൺ സോപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സോപ്പ് പിഗ്മെന്റേഷൻ സോപ്പ് അത് ഡിഫറെന്റ് ആണ്, അത് യൂസ് ചെയ്യുന്നവർ അത് യൂസ് ചെയ്യുക. ഇത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഗ്ലൂട്ടാതയോൺ സോപ്പ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, സ്കിന്ന് നല്ല ക്ലിയർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഗ്ലൂട്ടാതയോണിന്റെ ഈ ഒരു സോപ്പ് കുറച്ച് നാൾ കണ്ടിന്യൂസ് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ഒരു സോപ്പ് മാത്രം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം. നല്ല പോലെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഫേസ് നല്ലപോലെ ഒന്ന് ക്ലിയർ ആകാനും ഒന്ന് ലൈറ്റൻ പതുക്കെ സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെട്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവരുടെ തന്നെ ലാ ഓർഗാനോയുടെ സോപ്പ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ അവരുടെ ബോഡി ലോഷനും കൂടെ ഉണ്ട്. നല്ല ചിലർ പറയാറില്ല, നമുക്ക് ഈ വെയിൽ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി വിയർക്കും, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബോഡി ലോഷൻ കൂടെ ഉണ്ട്. ആ ഒരു ബോഡി ലോഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് ഫുള്ളൊന്ന് വാഷ് ചെയ്യാം. നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം ഫേസ് ഇതേപോലെ നല്ലപോലെ വാഷ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാജ് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഫേസിലൊന്ന് ഇട്ടേക്കണം കേട്ടോ. പെട്ടെന്ന് ടക്കനെ കഴുകി കളയണ്ട. നല്ലപോലെ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഫേസ് വെച്ച് സോപ്പ് വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ, ഒരു 2 മിനിറ്റ്സ് ഫേസിൽ ഇട്ടേക്കണം. 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക, അടുത്ത 1 മിനിറ്റ് ഫേസിൽ ഇട്ടേക്കുക, വാഷ് ചെയ്ത് കളയുക കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇത് സ്കിൻ വൈറ്റനിങ്ങിനാണ് ഞാൻ പറയുന്നത്. ഞാൻ പിഗ്മെന്റേഷനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല പറയുന്നത്. സ്കിൻ കളർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. നല്ലപോലെ ചെയ്യാം. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് മസാജ് ചെയ്യണം. നല്ലൊരു 1 മിനിറ്റ് നല്ല ഫേസ് മസാജിങ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു 2-3 മസാജിങ് സ്റ്റെപ്സ് എടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് അതുപോലെ ഫേസിൽ ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഒരു ടവൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒപ്പിക്കൊടുക്കാം. ഒരുപാട് ഇട്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഒന്നുകിൽ നാച്ചുറലായിട്ട് അതിനെ ഡ്രൈ ചെയ്യാനായിട്ട് വിടുക. അത് നാച്ചുറലായിട്ട് അതിൻ്റെ പാട്ടിന് ഡ്രൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഒപ്പി കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്കിന്നിന് ഒരു നല്ലൊരു ഇത് ഒരു മോയ്സ്ചറൈസർ കൂടെ ഉണ്ട് കേട്ടോ ഈ സോപ്പിന്. ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആക്കുന്ന ഒരു സോപ്പല്ല. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൂടെ ഉള്ള ഒരു സോപ്പാണ്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബോഡി ലോഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ചേച്ചി ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ബോഡി ലോഷൻ കൂടിയാണ് കേട്ടോ ഇത്. കുറച്ച് കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനല്ല, നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ കയ്യിലും കാലിലും ഒക്കെ കിടക്കുന്നതിന് മുമ്പ് നല്ലപോലെ ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബോഡി ലോഷനാണ്. ഈ ഗ്ലൂട്ടത്തയോണ്ട് തന്നെ ബോഡി ലോഷനാണ്. അപ്പൊ സ്കിൻ വൈറ്റനിങ് ആഗ്രഹിക്കുന്നവരൊക്കെ, സ്കിൻ നല്ല കളർ ആകണം, സ്കിൻ നല്ല, അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടും അല്ല, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലോഷനും യൂസ് ചെയ്യുക, ഗ്ലൂട്ടത്തയോണ്ട് കൂടെ ആ ഒരു സോപ്പും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുക. അതിൻ്റെ തന്നെ ക്രീമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ രണ്ടും അത് കോംബോ ആയിട്ടാണ്, സോപ്പ്, ലോഷന്, അതിൻ്റെ കൂടെ ഒരു ക്രീം. അത് 3 നിങ്ങൾ കൃത്യമായിട്ട് വൈറ്റനിങ് ചെയ്യേണ്ടവരാണെങ്കിൽ യൂസ് ചെയ്യുക. നിങ്ങൾ ബാത്ത് പൗഡറൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ ദേഹമൊക്കെ കഴുകി, സോപ്പ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ബാത്ത് പൗഡർ ഉപയോഗിച്ച് നല്ലപോലെ ദേഹം കഴുകിയതിന് ശേഷം ഈ മോയ്സ്ചറൈസിങ് ലോഷൻ സത്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര നല്ല സ്കിൻ കളർ ടാനൊക്കെ ആയിട്ട് നാശമായിട്ടിരിക്കുകയായിരിക്കത്തില്ലേ. അപ്പം നല്ലപോലെ ബാത്ത് പൗഡർ ഉപയോഗിച്ച് കുളിക്കുക. അതിനുശേഷം വെളിയിൽ വന്ന് കുറച്ച് സമയം നമ്മൾ മെനക്കെടണം കേട്ടോ. ഈ ഒരു ലോഷൻ നല്ല ലോഷൻ വെച്ചാൽ അതിൻ്റെ മണവും നല്ല രസമുണ്ട്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ, പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫേസ് നല്ലപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ കിഡിലൻ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പയറുപൊടിയാണ്. പയറുപൊടി നിങ്ങൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല നൈസായിട്ട് പൊടിച്ച പയറുപൊടി. ഈ പയറുപൊടി നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓറഞ്ച് ജ്യൂസിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്തിലാണ്? ഓറഞ്ച് ജ്യൂസിൽ വേണം മിക്സ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് അല്ലാതെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ബീട്രൂട്ടിന്റെ ജ്യൂസ്. പിഗ്മെന്റേഷൻ നല്ലത്, ഞാനിപ്പോൾ പിഗ്മെന്റേഷനെ കുറിച്ചല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിഗ്മെന്റേഷൻ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ്. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഈ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതിലേക്ക് ഞാൻ ഇപ്പം എനിക്കും മൂക്കും കൂടെ ഉള്ളതാണ് കേട്ടോ, അവക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക്. അവൾക്ക് പിമ്പിൾസ് വന്നിട്ട് പിമ്പിൾസ് എല്ലാം ഫുള്ളായിട്ട് മാറി, പക്ഷെ അവൾക്ക് ചെറിയ മാർക്കുകളുണ്ട്. അപ്പോൾ ഈ പിഗ്മെന്റേഷൻ പാക്കൊന്നും അവൾക്ക് ഇടാനുള്ള വയസ്സായില്ലല്ലോ. അപ്പം ഞാൻ അവൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ, ഞാൻ അന്ന് ഇവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനൊന്നും പാക്ക് ഇടുന്ന ഒരാളല്ല. ഞാൻ പാക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്നെ ഓടിക്കും, പോമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പാക്കിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് എണ്ണയാണ്. ഡോക്ടർ അതിനകത്ത് പറഞ്ഞേക്കുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാനാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോയും തിളക്കവും കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണ അല്ല യൂസ് ചെയ്തത്. ഞാൻ ഈ ഒരാഴ്ചയിൽ യൂസ് ചെയ്തത് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ, നമ്മുടെ ഓർഗാനിക് നേത്രയുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു 1/4 സ്പൂണ് അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഇൻഗ്രീഡിയൻറ്റ്, വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പയറുപൊടി ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ, എനിക്ക് പേഴ്സണലി സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഇതൊരു പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിക്ക് നിങ്ങൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയായിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇത് വലിയും, അപ്പോഴത്തേക്ക് നല്ല കട്ടിക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കട്ടി വേണം. ഞാനിത് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഞാനിത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണങ്ങി വലിഞ്ഞു മുറുകരുത്. നമുക്കൊരു വലിയാൻ തുടങ്ങുന്നൊരു ഫീലിംഗ് വരുമല്ലോ, ആ വരുന്ന സമയത്ത് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട്
പതുക്കെ റബ്ബ് ചെയ്ത് കഴുകിക്കളയുക. ജസ്റ്റ് ഒന്ന് ഒരുപാടിട്ട് റബ്ബ് ചെയ്യരുത്, പതുക്കെ സ്ലോ ആയിട്ട് റബ്ബ് ചെയ്ത് കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെ റബ്ബിങ് എഫക്റ്റ് ചെറുതായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഈ പാക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇത് പെട്ടെന്ന് വലിയും. അതുകൊണ്ട് കണ്ണിൻ്റെ അടിയിൽ വേണ്ട, നല്ല പോലെ കഴുത്തിലിട്ടിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇപ്പം ഞാൻ ഒന്ന് മസാജ് ചെയ്ത് വൃത്തിയായിട്ട് ഫേസ് കഴുകിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്നൊക്കെ എടുക്കുക, അല്ലെങ്കിൽ സാധാരണ ലൈറ്റായിട്ട് അതിനെ ഉണങ്ങാനായിട്ട് വിടുക. അതിനുശേഷം നിങ്ങളിത് ഇപ്പം നമുക്ക് ഓൾറെഡി ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്. സോറി, ഇതിനകത്ത് വീണ്ടും നിങ്ങൾ ഓയിലോ മസാജിങ്ങോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് ഇതേപോലെ പാക്ക് ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രഷർ പോയിന്റ്സിൽ മസാജ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മസാജ് ചെയ്യുക. ഈ ഒരു പാക്ക് പിഗ്മെന്റേഷൻ ഉള്ളവരും പിന്നെ സ്കിന്ന് നല്ല കളർ ആകണം, സ്കിന്ന് നല്ല കളർ ഇമ്പ്രൂവ് ആകണം എന്നുള്ളവരും ഒക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലൻ റിസൾട്ട് കിട്ടും, ഒരു ഡൗട്ടും വേണ്ട. ബിക്കോസ് ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് നല്ല പോലെ മാറുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും കൃത്യമായിട്ട് യൂസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രോഡക്റ്റ് ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.